അധിക്ഷേപിച്ചും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചും തെരുവിൽ ആക്രോശിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വർഗീയ ലക്ഷ്യത്തോടെയും വർത്തമാനം പറയുന്നു. അതാണ് ഇന്ന് കണ്ടത്. Anywhere they come near car, I will get down. This SFI and PFI joint venture, I am again repeating, this is not only SFI. They have recruited the PFI volunteers, and if they want to do any violence, I am available. I have no problem. ഏതോ ഗുസ്തി മത്സരം പോലെ മല്ലന്മാരെ വെല്ലുവിളിക്കും പോലെ ഞാനിവിടെ ഉണ്ട്, ഞാൻ അവൈലബിൾ ആണ് എന്ന് പറയുന്ന വിധത്തിൽ പെരുമാറുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് കണ്ടത്. സമരം നടത്തുന്നത് SFI മാത്രമല്ലെന്നും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് റിക്രൂട്ട് ചെയ്ത പ്രവർത്തകർ കൂടി SFIക്ക് ഒപ്പമുണ്ടെന്നുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വെച്ചത്. കേരളത്തിന്റെ മുന്നിൽ പരിഹാസ കഥാപാത്രമായി മാറിയ ഗവർണർ തെരുവിലെ ആക്രോശം തുടരുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ഷിജു ഖാൻ, CPIM, പ്രിന്റു മഹാദേവ്, BJP, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടതു നിരീക്ഷകൻ. ആദ്യം ഷിജു ഖാനിലേക്ക്. ഷിജു ഖാൻ, എങ്ങനെയുണ്ട് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ? ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ ചാൻസലർ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. ചാൻസലർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണ്? ഇന്ന് SFIയെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? SFIയുടെ പ്രകടനങ്ങളിൽ, SFIയുടെ പ്രതിഷേധത്തിൽ SFIക്കാർ മാത്രമല്ല, SFI പ്രവർത്തകർ മാത്രമല്ല, അതിൽ പോപ്പുലർ ഫ്രണ്ടുകാരുമുണ്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. താനിരിക്കുന്ന പദവിയുടെ പ്രാധാന്യമോ അത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അതിൻ്റെ പ്രസക്തിയോ സ്വയം തിരിച്ചറിയാതെയാണ് കേരളത്തിലെ ചാൻസലർ പ്രവർത്തിക്കുന്നത്. തനിക്ക് ഒരു രാജാവിൻ്റേതെന്ന പോലെയോ ചക്രവർത്തിയുടേതെന്ന പോലെയോ ഉള്ള അധികാരം തന്നിൽ നിക്ഷിപ്തമാണ് എന്ന് അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുകയാണ്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ, കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പുരോഗമനപരമായി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഒരു സംഘടനയുമായി ഉപമിക്കാൻ തക്കവണ്ണം യുക്തിരാഹിത്യവും അതോടൊപ്പം സമനിലയും തെറ്റിയ പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ബഹുമാന്യയായ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഉൾപ്പെടെ ക്രിമിനലാണ് എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുക എന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. തന്നിൽ അർപ്പിതമായ ചുമതലകളെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ നാട്ടിലിറങ്ങി ജനാധിപത്യ വ്യവസ്ഥിതിയെ മുഴുവൻ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഇത് വളരെ ഗൗരവതരമായി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ചില കേസുകളിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബ് കേസ് ഉൾപ്പെടെ പരിഗണിക്കുന്ന വേളയിൽ സുപ്രീം കോടതി പറഞ്ഞത്, അതോടൊപ്പം കേരളത്തിലെ 8 ബില്ലുകൾ പിടിച്ചുവെക്കുന്ന നിലപാട് ഗവർണർ തുടർന്നപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന പ്രതികരണം, ഇതെല്ലാം ചേർത്ത് വായിക്കണം. പ്രതീകാത്മക തലവൻ മാത്രമാണ്, സംസ്ഥാനത്തിൻ്റെ പ്രതീകാത്മക തലവൻ മാത്രമാണെന്നും യഥാർത്ഥ അധികാരം ജനങ്ങൾക്കാണെന്നും അതോടൊപ്പം ഈ ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് തെറ്റാണെന്നും ഒക്കെ അത്തരം വിധികളിലൂടെ നാം കേൾക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും രാഷ്ട്രപതിയുടേതിന് സമാനമായ അധികാരം തന്നിൽ നിക്ഷിപ്തമാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അനുചരവൃന്ദം പ്രചരിപ്പിക്കുകയാണ്. സുപ്രീം കോടതി തന്നെ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രപതി എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അധികാര കേന്ദ്രമാണ്. ആ അധികാര കേന്ദ്രത്തെ പോലെ അല്ല സംസ്ഥാന ഗവർണർ, അത് നോമിനേറ്റഡ് ആണ് എന്ന് ഉൾപ്പെടെ സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ പദവിയിലിരുന്നു കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരെ, സർക്കാരിനെ, മുഖ്യമന്ത്രിയെ, ചില പ്രത്യേക പ്രദേശങ്ങളെ, സംഘടനകളെ ഒക്കെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്ന നിലപാട് അദ്ദേഹം. ഷിജു ഖാൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ആവർത്തിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവിടെ നിന്നൊരു അടുത്ത ഘട്ടത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ കടക്കുകയാണോ? ഈ സംഘ് പരിവാർ പ്രത്യയശാസ്ത്രത്തെ പിൻപറ്റുന്ന കേന്ദ്ര സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ ആളായി കേരളത്തിൽ ഗവർണറായിരിക്കുന്ന, ചാൻസലറായിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പറഞ്ഞു വെച്ചത് എന്താണ്? SFI പ്രഖ്യാപിച്ച് എവിടെയും ചാൻസലറെ പ്രതിഷേധം അറിയിക്കും, അതവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്നടക്കം അദ്ദേഹം പറഞ്ഞത് എന്താണ് മറുപടിയായി? അത് പോപ്പുലർ ഫ്രണ്ട്, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് റിക്രൂട്ട് ചെയ്ത ആളുകൾ SFIയുടെ സമരത്തിൽ SFIക്കാരെ സഹായിക്കാനുണ്ട് എന്ന മട്ടിൽ അദ്ദേഹം പറയണമെങ്കിൽ എന്താണ് ആ മനസ്ഥിതി, എന്താണ് ആ മനോഭാവം? അത് ഈ പറഞ്ഞതിലെ ഒരു പുതിയ രീതിയാണ്, പുതിയൊരു തലത്തിലേക്ക് കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയാണ്. അതെ, ഒരു 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം അടക്കം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയിലെ സംഘപരിവാറിനെതിരായിട്ട് വളരെ ശക്തമായ ഒരു ജനാധിപത്യ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിലെ ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ മുന്നണിയുമൊക്കെ സംഘപരിവാറിനെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ശക്തമായ പ്രതിഷേധം ഉൾപ്പെടെ. ഈ സന്ദർഭത്തിൽ പ്രകോപിതനായി തെരുവിൽ അട്ടഹാസം മുഴക്കി, അതോടൊപ്പം വിദ്യാർത്ഥികളെയും ബഹുജനങ്ങളെയും വെല്ലുവിളിച്ച്, ഒരു വനിതയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ക്രിമിനൽ എന്ന് ആക്ഷേപിച്ച് ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? ഇതാണ് പ്രസക്തമായ ചോദ്യം. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ കാണണം. ഇപ്പോൾ കേരള സർവകലാശാലയിലെ സംഭവ വികാസങ്ങളാണല്ലോ ഏറ്റവും അവസാനത്തെ ചർച്ചാ വിഷയം. തന്നിൽ എല്ലാ അധികാരവുമാണെന്ന് കരുതി ഇപ്പോൾ സർവകലാശാലയുടെ സെനറ്റ് എടുത്ത വളരെ പ്രധാനപ്പെട്ട തീരുമാനം വരെ അദ്ദേഹം റദ്ദാക്കാൻ പോകുന്നു എന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. അതോടൊപ്പം വൈസ് ചാൻസലറെയും ചേർത്ത് 11 സെനറ്റ് മെമ്പർമാരെയും വിളിച്ച് രാജ്ഭവനിൽ നിയമവിരുദ്ധമായ യോഗങ്ങൾ, വിഭാഗീയമായ യോഗങ്ങൾ അദ്ദേഹം ചേരുകയാണ്. അപ്പോൾ സർവകലാശാല സെനറ്റ് ചേർന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിച്ചതും, ആ അധ്യക്ഷത വഹിച്ച സെനറ്റ് യോഗത്തിൽ UGC റെഗുലേഷൻ പാലിക്കണമെന്നും സുപ്രീം കോടതി വിധി പാലിക്കണമെന്നും ഉള്ള തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സെനറ്റ് ചാൻസലർക്ക് കൈമാറുകയും ചെയ്തു. ഇതെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചാണ്. നടപടിക്രമങ്ങൾ പാലിച്ച് എടുത്ത തീരുമാനത്തെ റദ്ദാക്കാൻ ചാൻസലർക്ക് എന്ത് അധികാരമാണ്? ഞാൻ വരാം ഷിജു ഖാൻ. ഞാൻ പ്രിന്റുവിലേക്കാണ് പോകാനിരുന്ന BJP വക്താവ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്ഷനും കട്ടായിട്ടുണ്ട്. വേഗം അദ്ദേഹത്തിലേക്ക് വരികയും ചെയ്യാം. ഇവിടെ ലാൽകുമാർ, എന്താണ് ഇപ്പോഴത്തെ പുതിയ ഈ പറഞ്ഞ ആക്രോശം, അധിക്ഷേപം, അതിലെ പുതിയ കണ്ടെത്തൽ, SFIക്കാരെ പോപ്പുലർ ഫ്രണ്ടുകാരായി ചിത്രീകരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആ മനോഭാവവും ചിന്താഗതിയും, അതേക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് ലാലിനോട്. അല്ല, അദ്ദേഹത്തിന് ഈ മെൻ്റൽ ഇൻസാനിറ്റി എന്ന് പറയുന്നത്, അല്ലെ മെൻ്റൽ സാനിറ്റി എന്ന് പറയുന്നത് ആ പോസ്റ്റിലിരിക്കേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻ്റ് അല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇരിക്കാം. അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറുടെ പരിശോധന ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ കാണിക്കുന്ന ഭ്രാന്താണ്. ഇതാണ് സത്യം. അതിനകത്ത് വേറെ വലിയ പ്രയോഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്? എന്താണ് ഒരു ഗവർണറുടെ പദവിയിലിരുന്ന് കാണിക്കുന്ന ഈ അല്പത്തരം? എന്താ ഒരു പദവിക്ക് വേണ്ടിയിട്ടുള്ള ആക്രോശമല്ലേ കാണിക്കുന്നത്? ഈ ആക്രോശം ഇവിടെ കാണിക്കുന്നതിന് കാര്യം എന്താ? എവിടെയെങ്കിലും അടുത്ത് കിട്ടുമോ എന്നുള്ള ചോദ്യം. ഇത് പറയാൻ ആൾക്കാരെന്തിനാണ് മടിക്കുന്നേ? ഇത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഒരു മനുഷ്യൻ വന്നിരുന്ന് ഒരു ന്യൂയിസൻസായി മാറിയിരിക്കുകയാണ് ഒരു സംസ്ഥാനത്ത്. അതല്ലാതെ എന്താണ്? നോക്കൂ, ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ SFIയും പോപ്പുലർ ഫ്രണ്ടും എല്ലാം കൂടെ ചേർന്ന് ആ സമരം ചെയ്യുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ പറയാൻ സാധ്യതയുള്ള ആളാരാണ്? പറയാനുള്ളത് സുരേന്ദ്രനാണ്, കെ സുരേന്ദ്രനാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അത് പറയാനുള്ള സാധ്യതയുള്ള ഒരാൾ. അദ്ദേഹം പോലും പറയാത്ത കാര്യമാണ് ഈ മനുഷ്യൻ പറയുന്നത്. ആണോ? സുരേന്ദ്രൻ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഓർമ്മയിൽ സുരേന്ദ്രൻ്റെ ആ പ്രസ്താവന എന്തായാലും വലുതായിട്ട് വാർത്ത അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വാർത്തയിൽ വന്നിട്ടില്ല. സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ചുമ്മാ വന്നിരുന്ന് രാവിലെ എഴുന്നേറ്റിരുന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുക. അത് കാണിക്കുക ഞാനിവിടെ ഒരു സർക്കാരുണ്ടെന്നും ആ സർക്കാരിനെ
വേണ്ട രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും അങ്ങനെ മോഡിജി ഇത് കാണണമെന്നും അല്ലെ അമിത്ഷാജി ഇത് കാണണമെന്നും അതുവഴി എനിക്ക് എന്തെങ്കിലും വീണ്ടും തരണേ എന്ന പ്രാർത്ഥനയാണ്, അല്ലാതെ വേറൊരു കുന്തോ ഇല്ല ഇതിനകത്ത്. കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും അതായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നു. ഒരു മനുഷ്യന് സാധാരണഗതിയിൽ ഇപ്പം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ഒരാൾ പോകുന്നു, ഒരു ഉദാഹരണം, അല്ലെങ്കിൽ CPIM-ൽ നിന്ന് BJP-യിലേക്ക് ഒരാൾ പോകുന്നു, BJP-യിൽ നിന്ന് CPM-ലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് നമുക്ക് കാണുന്നത് വളരെ വളരെ കോമൺ ആണത്. നമ്മളങ്ങനെ ഇല്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാ പാർട്ടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശയ വ്യതിയാനം സംഭവിക്കുകയും വ്യക്തി അപ്പുറത്തോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഇതൊരു തൊഴിലാക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? ആരിഫ് മുഹമ്മദ് ഖാൻ പോയിട്ടില്ലാത്ത പാർട്ടി പറയാം, ഇന്ത്യയിൽ പോയിട്ടില്ലാത്ത പാർട്ടി പറയാനായിരിക്കും എളുപ്പം. ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനകത്തും പോയി നിറങ്ങിയിട്ടുണ്ട് അല്ലേ, പോയിട്ടില്ലേ? എന്താ ആശയം? അദ്ദേഹത്തിന് ആമാശയം മാത്രമേ ഉള്ളൂ, എങ്ങനെയൊക്കെ കാര്യം നടക്കുക. ഇവിടെ വന്നിരുന്ന് കുറേ ന്യൂയിസൻസ് ഉണ്ടാക്കി ഇവിടുത്തെ ഭരണക്രമത്തെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബിന്ദു ടീച്ചറിനെ പോലൊരാളെ, സത്യത്തിൽ വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് ബിന്ദു ടീച്ചർ. നമ്മൾ പറഞ്ഞാൽ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് പറയുന്നത്. അവരാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പോലും അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടില്ല. ആ വകുപ്പുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുമെന്നല്ലാതെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പം കെ സുരേന്ദ്രൻ ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ VD സതീശൻ ഒരു കാര്യം പറയുന്നു, അതിനുള്ള മറുപടി പോലും പുള്ളിക്കാരി അങ്ങനെ കൊടുക്കാറില്ല. അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ പോർട്ട്ഫോളിയോ നോക്കി പോകുന്ന ഒരാളാണ്. അവരെ ക്രിമിനൽ ആ ക്രിമിനൽ എന്ന് ഇദ്ദേഹത്തിന് പറയാൻ അറിയത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ കാര്യം. ഈ ക്രിമിനൽ ആന്നൊക്കെ പറയുന്നതിന് എന്തൊരു അന്തസ്സാണ് ഇതിനകത്ത്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇതാ അന്തസ്സെന്നാ. ഇത് കാണിച്ചാൽ പോലും ആരെങ്കിലും ഒന്ന്, എനിക്കൊന്ന് BJP-ക്കാർക്ക് പോലും സഹിക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന ഈ രീതി. അന്തസ്സുള്ള ഒരു BJP-ക്കാരന് പോലും ഇത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത്രത്തോളം വൃത്തികേടാണ് ഈ കാണിക്കുന്നത്. പ്രിന്റുവിന് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ചിലപ്പം എതിരഭിപ്രായം ഉണ്ടാകാം, അതെനിക്കറിയത്തില്ല, ചോദിക്കാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു കണ്ടക്റ്റ് ഉണ്ട്, കണ്ടക്റ്റിനൊരു മെത്തേഡുണ്ട്. ഇപ്പം പ്രിൻറ്റു ഇരുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കകത്ത് ചിലപ്പോൾ നമ്മളെ എതിർക്കും. അത് ഇപ്പം ഞാൻ എതിർക്കുന്ന ഇതേ രീതിയിലല്ലോ ഞാൻ ഗവർണറായി കഴിഞ്ഞാൽ എൻ്റെ കണ്ടക്റ്റ് വരിക. അപ്പോൾ ഒരു പദവിയിൽ ഷിജു ഖാൻ പറഞ്ഞ പോലെ ഒരു പദവിയിലിരിക്കുമ്പം എനിക്ക് അന്തസ്സില്ലെങ്കിൽ പോലും ആ പദവിക്കൊരു അന്തസ്സുണ്ടെന്നുള്ളതിൻ്റെ ഒരു കാരണം എന്നിലൊരു അന്തസ് ഉണ്ടാക്കി തരണം. അതില്ല എങ്കിൽ യു ക്യാൻ ബിക്കം എ ബഫൂൺ ഇൻ എ സീരിയസ് സിനിമ. I repeat, you can become a buffoon in a serious cinema. അതിൽ കൂടുതലൊന്നും ആയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രിന്റു, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞു, മാറിക്കഴിഞ്ഞു കേരളത്തിൻ്റെ ഗവർണർ എന്നുള്ളതാണ്. എന്തൊരു അന്തസ്സില്ലായ്മയാണ് ഓരോ ദിവസവും ഇങ്ങനെ പരസ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്, സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ലാലും സൂചിപ്പിച്ചത്. അല്ല, ഇതിനകത്ത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്തസ്സില്ലാത്ത പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ 11-ാം തീയതി മുതൽ ഇന്ന് വരെയുള്ള കേരളത്തിൽ SFI നടത്തുന്ന ഒരു സമരാഭാസമുണ്ട്. ആ സമരാഭാസം എന്തിനു വേണ്ടിയാണെന്നുള്ള വലിയൊരു ചർച്ചയുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഗവർണർ വയനാട്ടിൽ പോയത്, ഗവർണർ എന്ന രീതിയിൽ നമുക്കറിയാം വയനാട്ടിലെ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെട്ട 2 വ്യക്തികളുടെ വീട്ടിലേക്കാണ് അദ്ദേഹം പോയത്. തികച്ചും വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. ആ സമയത്തും SFI സംഘം ഈ മനസ്സിലാക്കണം. ഇപ്പൊ ഷിജു ഖാൻ ഏതൊക്കെ രീതിയിൽ ഭരണഘടനയുടെ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭരണഘടന പദവി വഹിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ ഈ കേരളത്തിന്റെ ഒരു തലവൻ എന്ന രീതിയിൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സുപ്രീം കോടതി വിധിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ പറഞ്ഞത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന വ്യക്തി എന്ന രീതിയിൽ നമ്മൾക്ക് അദ്ദേഹത്തിന് നൽകേണ്ട അന്തസ്സും ആഭിജാത്യവും നൽകേണ്ടത് ഈ കേരളത്തിലെ പ്രിന്റു ആ ഉത്തരവാദിത്വം കാണിക്കാതിരിക്കുകയും ഇങ്ങനെയൊക്കെ ഇറങ്ങി നടന്ന് നാട്ടിൽ ഈ തരം പെരുമാറ്റങ്ങളും പ്രവൃത്തികളും ചെയ്യുന്നു. ഇന്നലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP യോജിക്കുന്നുണ്ടോ? രാഷ്ട്രീയ വിയോജിപ്പുകൾ നിങ്ങൾക്കുണ്ടാകാം. അതിൻ്റെ പേരിൽ നിങ്ങൾ ഏതെങ്കിലും, നേരത്തെ ലാലി സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിയെ കയറി ക്രിമിനൽ എന്ന് വിളിക്കാൻ തയ്യാറാകുമോ? കേരളത്തിൻ്റെ മന്ത്രിയെ എങ്ങനെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വിശേഷിപ്പിച്ചത്? അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയാത്ത തരം രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിരുന്ന SFIയും പോപ്പുലർ ഫ്രണ്ടും ചേർത്ത് കേരളത്തെയും SFI നിങ്ങൾ രാഷ്ട്രീയ സമരാഭാസം എന്ന് പറഞ്ഞു. അത് നമ്മൾ ഇതേക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്ന വിമർശനത്തിൻ്റെ ഒരു പദപ്രയോഗമായിട്ട് എടുക്കാം. പക്ഷെ ഇതൊന്നും അല്ലല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് വന്ന് പെരുമാറുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നത്.
അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇപ്പൊ പിണറായി വിജയന് നേരെ ചെരുപ്പെറിയുന്നതും ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിയുന്നതും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാറിന് വടികൊണ്ടുവന്ന് അദ്ദേഹത്തിന് ആക്രമിക്കുന്ന ഒരുപോലെ തന്നെയാണ് സാർ. ഇന്നത്തേക്ക് കണ്ടു നോക്കണം. ആ വാഹനത്തിനരികിലേക്കൊന്നും വീണ്ടും ആരും പോകുന്നില്ല. ഇദ്ദേഹം തന്നെ ഈ കറുത്ത കൊടി കണ്ടാൽ അല്ലെങ്കിൽ ബാനർ കണ്ടാൽ ഇറങ്ങിയെങ്കിൽ ചെല്ലുകയാണ്. അവർക്ക് സൗകര്യമാണ് യഥാർത്ഥത്തിൽ. ആരെ കരികൊടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നോ അവർക്ക് വരികയല്ലേ. നമ്മൾ കാണുന്നല്ലേ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ. കേരള പോലീസിന് അഭിനന്ദനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു 15 മിനിറ്റ് മുൻപ് നമ്മൾ സാറിന് കാണിച്ചല്ലോ. കേരള പോലീസ് അത്ര മോശക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഇത് നോക്കൂ, കേരളത്തിൽ SFI-കാർക്ക് ഈ ഗവർണറെ ബോധപൂർവ്വം ആക്രമിക്കാനുള്ള സാഹചര്യമാണ് കേരള പോലീസ് ചെയ്തത്. 25ഓളം ഇന്ന് എങ്ങനെ ആക്രമിച്ചു? ആക്രമണം എന്നൊക്കെ പറയുന്നതിന് ഒരു സ്വഭാവം ഉണ്ടെന്നേ പ്രിന്റു. ചുമ്മാ നമ്മളങ്ങ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പറഞ്ഞു പോയാൽ പോരല്ലോ പ്രിന്റു. കാറ്റഗറി ഉള്ള ഒരാൾക്ക് ഞാൻ പറയട്ടെ, ഇപ്പൊ CRPF അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ഈ കേരളത്തിൽ അതിന്റെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം എന്തിനാണ് ഇവരെ കാണുമ്പോൾ ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു, ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ടും ആ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു മറുത്തുള്ള പ്രവർത്തനം ഉണ്ടായില്ല. അവരെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയല്ല. എന്നിട്ട് ഈ കാറ്റഗറിയും സുരക്ഷയെ കുറിച്ച് പറയും. പോലീസും സർക്കാരും SFI-ക്കാരും തിരിച്ചു വെല്ലുവിളിക്കില്ല സാർ. വെല്ലുവിളി രണ്ടു കൂട്ടരും നടത്തുന്നുണ്ടല്ലോ. ഇന്ന് നോക്കൂ, നിങ്ങൾ ഇന്നത്തെ ചിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, നിങ്ങൾ ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കൂ. ഗവർണറെ കാറിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന SFI കാറിനകത്തിരിക്കുന്നു, കാറ് തടയുന്നു, പോകാൻ അനുവദിക്കുന്നില്ലെങ്കിൽ പ്രിന്റു പറയുന്നത് ശരിയാണ്. ഇത് അതേ ഈ പോലീസ് വലയത്തിൽ കാറ് നിർത്തി അവരുടെ നേരെ ഇറങ്ങി ചെല്ലുകയാണ്, എന്നിട്ട് വിളിക്കുകയാണ്, ഞാൻ ഇവിടെ അവൈലബിൾ ആണെന്ന് പറയാണ്. ഇതിലെന്താ ആക്രമണം? യുക്തി വേണ്ടേ? അദ്ദേഹത്തിനോ യുക്തിയില്ല എന്ന് പറയുന്ന വിമർശനമുണ്ട്. നിങ്ങളും ഇങ്ങനെ ആയാലോ? അങ്ങനെയല്ലല്ലോ സാർ. കേരളത്തിൽ ബോധപൂർവമായിട്ട് നമുക്ക് സമരങ്ങളൊക്കെ കണ്ടിട്ട് പിണറായി വിജയന്റെ നവകേരള സദസ്സ് യാത്ര നമ്മൾ കണ്ടല്ലോ. ഈ രീതിയിൽ പിണറായി വിജയന്റെ ഒരു ചെരുപ്പെറിഞ്ഞൊരു സംഭവം ഒഴികെ പിന്നീട് ഏതെങ്കിലും സ്ഥലത്ത് വാഹനത്തിന് നേരെ അതിനൊരു 100 മീറ്റർ പരിധിയിലേക്ക് ആരെങ്കിലും വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരള പോലീസ് അത്ര വാദിച്ചാലും പ്രിന്റു ഇതിൽ ഡിഫറന്റ് ആവുന്നത് എന്താണ്? അദ്ദേഹം തന്നെ വണ്ടി നിർത്തി കാറ് നിർത്തി ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ ആര് ചെയ്യുന്നു കേരളത്തിൽ? അല്ല, ഇത് ഞാൻ പറയും, സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാതെ അദ്ദേഹത്തിന് നോക്കൂ, ഇവിടെ അദ്ദേഹം തെരുവിലിറങ്ങേണ്ട സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ? പിന്നെ ഏത് ഗവർണറാണ് കേരളത്തിലെ ചരിത്രത്തിൽ ഈ വിധത്തിൽ അധമമായി പെരുമാറിയ ഏത് ഗവർണറാണ്? ചാൻസലർ എന്ന രീതിയിലല്ല സാർ അദ്ദേഹം ചാൻസലറാണ്, ആ പദവിയിലിരിക്കണം, ആ ബഹുമാനം ഏറ്റുവാങ്ങാൻ കഴിയണം. ഇതല്ലാതെ ചാൻസലർ തടഞ്ഞോ? കേരളത്തിന്റെ ഗവർണർ എന്നപ്പെട്ട ഒരാളുടെ വ്യക്തിയെ കാണാൻ പോകുന്ന അദ്ദേഹത്തിന്റെ അവകാശം, അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം, അതിനെ നിങ്ങൾ തടയുന്ന സാഹചര്യത്തിൽ ഒരു പൊതു പൗരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു, അദ്ദേഹത്തിന് വയനാട്ടിൽ പോകാൻ അവകാശമില്ലേ, അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ പാഞ്ഞടിച്ചു, വടികൊണ്ടടിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കേരളത്തിലെ BJP വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് പ്രിന്റുവിലൂടെ ആരോപണമായി നിങ്ങളുടെ മുമ്പിൽ. ശ്രീ ശരത്, വരാം പ്രിന്റു. ശ്രീ ശരത്, ഞാൻ തുടക്കം മുതൽ ഇതിന്റെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ കൂടി ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ അത് സമ്മതിച്ചു ഷിജു, പക്ഷേ നിങ്ങളെ വിമർശിച്ചുകൊണ്ട് എതിരാളികളിൽ നിന്ന് വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിനുകൂടി ഒരു മറുപടി നിങ്ങൾ പറയേണ്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഇത് ശരത്ത്, ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മളിതിനെ കാണരുത്. ഇപ്പം തമിഴ്നാട്ടിലെ RL രവി ആയിക്കോട്ടെ, തെലുങ്കാനയിലെ തമിഴിസൈ സൗന്ദരരാജൻ ആയിക്കോട്ടെ, പഞ്ചാബിൽ ഇപ്പോൾ രാജിവെച്ച ഗവർണർ ആയിക്കോട്ടെ, ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ ആയിക്കോട്ടെ, ഇവരെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചട്ടുകമായി എങ്ങനെയാണ് തങ്ങളിരിക്കുന്ന പദവികളെ മാറ്റിയിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ഇംഗിതങ്ങൾക്കും താല്പര്യങ്ങൾക്ക് അനുസൃതമായി ആ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് ആക്ഷേപിക്കാനും പരിഹസിക്കാനും ശ്രമിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെയോ ഇംഗിതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ വ്യക്തി താല്പര്യത്തിൻ്റെ പ്രശ്നമല്ല. ഇത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ പ്രയോഗവൽക്കരണമാണ്. താനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നതെന്നും തന്നിലൂടെയാണ് ഭരണ സംവിധാനം മുഴുവൻ ചലിക്കുന്നതെന്നും ചാൻസലർ കരുതിയാൽ
എങ്ങനെയാണ് ജനാധിപത്യം മുന്നോട്ട് പോവുക? ചാൻസലർ പറയുന്നതിൽ എന്തെങ്കിലും ശരി ഉണ്ടാവണ്ടേ? ബി ജെ പിയുടെ പ്രതിനിധി അതൊന്ന് ചൂണ്ടിക്കാണിക്കണം. എന്തെങ്കിലും ഒരു ശരി ഉണ്ടാവണ്ടേ? ഇവിടെ ചാൻസലർ കോടതിയിലേക്ക് പോയ ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ചാൻസലർ കോടതിയിലേക്ക് ഇപ്പോൾ കേരള സർവകലാശാലയിൽ 4 വിദ്യാർത്ഥികളെ നിയമവിരുദ്ധമായി സർവകലാശാല നിയമങ്ങൾ നിൽക്കുന്ന വ്യത്യസ്തമായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസായി 4 പേരെ നിയോഗിക്കുന്നതിന് പകരം RSSന്റെയും BJPയുടെയും ABVPയുടെയും 4 പേരെ നിയമവിരുദ്ധമായി സെനറ്റിലേക്ക് അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തടഞ്ഞു. ആ 4 പേരുടെ സെനറ്റിന്റെ നാമനിർദ്ദേശം തടഞ്ഞുകൊണ്ടും അത് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചു. അതോടൊപ്പം അതിനു മുമ്പ് 15 പേരെ സർവകലാശാല സെനറ്റിൽ നിന്ന് അദ്ദേഹം പിൻവലിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമായതുകൊണ്ട് 15 പേരെ കഴിഞ്ഞ വർഷം പിൻവലിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് സതീഷ് നൈനാന്റെ ബെഞ്ച് ശക്തമായ നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. ഈ 15 പേരടങ്ങുന്ന ആ 15 ആ സെനറ്റ് മെമ്പർമാരെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഗവർണർ സെനറ്റ് ചാൻസലറുടെ നിലപാട് വളരെ കൃത്യമായി തെറ്റാണെന്ന് ഹൈക്കോടതിയുടെ വിധിയുടെ വരികയുണ്ടായി. അതോടൊപ്പം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ സിസ തോമസിനെ വൈസ് ചാൻസലറായി നിയമിച്ചതും സിൻഡിക്കേറ്റ് എടുത്ത മറ്റു ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്ത ചാൻസലറുടെ നിലപാടിനെ ഹൈക്കോടതി റദ്ദ് ചെയ്തു. സിസ തോമസിനെ നിയമിച്ച ചാൻസലറുടെ നിലപാടും സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങളെ റദ്ദാക്കിയ ചാൻസലറുടെ നിലപാടും ഹൈക്കോടതി അതിൽ ഇടപെടുകയുണ്ടായി. അങ്ങനെ തുടർച്ചയായി അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം 9 വൈസ് ചാൻസലർമാരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് ഹൈക്കോടതി തടയുകയാണ് ചെയ്തത്. അവരുടെ വിശദീകരണം അത് പരിശോധിക്കണം, അല്ലാതെ ഏകപക്ഷീയമായി ഇപ്രകാരം തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതിയുടെ നിലപാട് വരികയാണ്. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലറുടെ മനോഭാവത്തിന് മാറ്റം വന്നോ? തെരുവിൽ ആക്രോശിക്കുന്നു. ആ ആക്രോശത്തിന് BJP ന്യായീകരണം ചമയ്ക്കുന്നതും കേട്ടില്ലേ ഷിജു ഖാൻ? അല്ല, ഒന്ന് BJPയെ പോലൊരു പാർട്ടി ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ ഒരു വ്യക്തിത്വമായി കേരളത്തിൻ്റെ ചാൻസലർ വളരെ കൃത്യമായി മാറുകയാണ്. ഇതാണ് തമിഴ്നാട്ടിൽ BJP ആഗ്രഹിക്കുന്ന RL രവിയിലൂടെ, ഇതാണ് പഞ്ചാബിൽ BJP ആഗ്രഹിക്കുന്ന ഗവർണറിലൂടെ, ഇതാണ് ഡൽഹിയിൽ ആഗ്രഹിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണറിലൂടെ എല്ലാം പുറത്തു വരുന്ന ഇതാണ്. ശരത്ത്, ഇത് വ്യക്തിപരമായ ആക്രോശമല്ല, കേരളത്തോടുള്ള ആക്രോശമാണ്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എത്ര അമാന്യമായ ഭാഷയിലാണ് വിശേഷിപ്പിച്ചത്? എത്ര അമാന്യമായ ഭാഷയിലാണ്! ഇപ്പോ ബഹുമാന്യായിട്ടുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ എത്ര അമാന്യമായ ഭാഷയിലാണ് വിശേഷിപ്പിച്ചത്? യഥാർത്ഥത്തിൽ എന്താണ് 163-ാം അനുച്ഛേദം ഭരണഘടനയിൽ വ്യക്തമാക്കുന്നത്? അല്ല ശരത്, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ ശരത്തെ. 163-ാം അനുച്ഛേദം വ്യക്തമാക്കുന്നത് there shall be a Council of Ministers with the Chief Minister at the head to the aid and advise the governor in the exercise of his functions, except in so far as he is by or under the Constitution required to exercise his functions or any of them in his discretion. എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ ചുമതലകൾ ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഹെഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിരിക്കണം ഗവർണറുടെ നിലപാട്. അത് ഭരണഘടനയുടെ താല്പര്യമനുസരിച്ച്, ഈ വിവേചനാധികാരം പോലും ഭരണഘടനയുടെ താല്പര്യമനുസരിച്ചുള്ള നടപടികളായിരിക്കണം. രാഷ്ട്രപതിക്കോ ഗവർണർക്കോ വ്യക്തി താല്പര്യമില്ല എന്ന് 974 ഷംസേർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ സുപ്രധാനമായി ചൂണ്ടിക്കാണിക്കുകയാണ്. മരുറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 980 കേസിൽ മന്ത്രിസഭയുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് കടമ നിർവഹിക്കണം ഗവർണർ വ്യക്തമായി സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. അപ്പോൾ ഏത് അധികാരമാണ് ഈ തെരുവിൽ ആക്രോശിക്കാൻ കേരളത്തിന്റെ ചാൻസലർക്ക്? എന്ത് അധികാരം? അദ്ദേഹം രാജ്ഭവനിലാകയാൽ ഇത് രാജാധിപത്യം എന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? ഒരു നിയമത്തിന്റെയും പിന്തുണയോടെ അല്ല ഈ ആക്രോശം മുഴുവൻ നടത്തുന്നത്. ഇത് സംഘപരിവാറിന്റെ സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് ശരത്ത് തെറ്റിദ്ധരിക്കരുത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു ചില ബഹുമാന്യ പ്രതിനിധികൾ ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല, ഇത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിൽ വിന്യസിക്കുന്നത്. കോൺഗ്രസ് ഇതിനെ വിമർശിക്കുന്നില്ല. കോൺഗ്രസ്
ഈ ചാൻസലറുടെ PRO ആയി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷം PRO ആയി മാറിയിരിക്കുകയാണ്. റൈറ്റ്. ഇവിടെ ലാൽകുമാർ, ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം, അത് UDF ആകട്ടെ BJP ആകട്ടെ, രണ്ടു കൂട്ടർക്കും പല നേരങ്ങളിലും വലിയ സന്തോഷവും തൃപ്തിയും പകരുന്ന വിധമുള്ള ആട്ടമാണ് ഇപ്പോൾ തെരുവിലാകെ നടന്ന് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് ഈ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും നിരവധിയായ സുപ്രീം കോടതി വിധികളുമൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചിരിവരിക കേരളത്തിനാണ്. കാരണം ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് തോന്നുന്ന വിധത്തിൽ അദ്ദേഹം കേരളത്തിന് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ ദിവസവും ഈ ആക്രോശത്തിലൂടെ പറയുന്ന വാചകങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനെ കുറേ കൂടി ബോധ്യപ്പെടുന്നതിന്, തിരിച്ചറിയുന്നതിന്, ഒരു കേരളം പോലൊരു നാടിനെ സംബന്ധിച്ച് ഏത് നിലയിലാണ് യഥാർത്ഥത്തിൽ ഈ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് സ്വയം അദ്ദേഹം വെളിപ്പെടുകയാണ്. പക്ഷേ ആ പെരുമാറ്റത്തിലും രാജ്ഭവൻ കേന്ദ്രീകരിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാരാരാണ്, അദ്ദേഹത്തിൻ്റെ ഈ ക്ലോസ് സർക്കിൾ ആരാണ്, കേരളത്തിനകത്ത് ഈ വിധമൊക്കെ പെരുമാറുന്നതിന് അദ്ദേഹത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പരിശോധിച്ചു പോകണമോ? ലാൽ. നോക്കൂ, ഇവിടെ ഉദ്ധരിച്ച ആർട്ടിക്കിൾ 164 164 ഷംസീർ സിംഗ് കേസും ഇതൊന്നും ഇവിടെ ബാധകമല്ല. നോക്കൂ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. കാര്യം ഒരാൾ തോന്നിവാസം കാണിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഇല്ല എന്ന് ഉള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടാ. എന്നിട്ട് തോന്നിവാസം കാണിക്കാൻ തീരുമാനിക്കുന്നതിനെടുക്കുക. പിന്നെ ഭരണഘടനയല്ല ഇവിടുത്തെ പ്രശ്നം, ഭരണഘടനയുടെ പ്രൊവിഷൻസ് അല്ല അത്. അദ്ദേഹത്തിന് എയ്ഡ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് അനുസരിച്ചാണ് പെരുമാറേണ്ടതെന്ന് ആർക്കും അറിയാൻ വയ്യാതെ? ഒരു ഗവർണറിൻ്റെ ആദ്യം വരുമ്പോൾ ആദ്യ പാഠമല്ലേ അത്? അതൊരു കോംപ്ലിക്കേറ്റഡ് ജൂറിസ്പ്രുഡൻസ് അല്ല. പക്ഷെ കുഴപ്പം ഇപ്പം ഷിജു ഖാൻ പറഞ്ഞതിനകത്തെ രാഷ്ട്രീയം വ്യക്തമാണ്. പക്ഷേ എൻ്റെ പ്രശ്നം ഇപ്പോൾ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ ഉദ്ധരിച്ചു, പഞ്ചാബിലെ ഉദ്ധരിച്ചു. തമിഴ്നാട്ടിലെയും പഞ്ചാബിലെയും ഈ പറയുന്ന ബംഗാളിലെയും ഗവർണർ റോഡിലിറങ്ങി ഓടുവാണോ? അങ്ങനൊരു പ്രശ്നമില്ലേ? എൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അവിടെയാണ് കിടക്കുന്നത്. വരുന്നു, സംസ്ഥാന സർക്കാരിനെതിരെ വരുന്നു. അതാണ് പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം. ഈ പറയുന്ന ഒരാൾ സമരം ചെയ്യുന്നു, കരിങ്കൊടി എവിടെയോ കാണിച്ചു നിർത്തുന്നു. അതിനെന്നാൽ ഞാൻ ഇന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കീലേരി അച്ചു, ഒരു സിനിമയ്ക്കകത്ത് മാമുക്കോയ ഒരു കത്തിയും കൊണ്ട് കാണിക്കത്തില്ലേ? കീലേരി അച്ചു എന്ന് പറയുന്ന ഒരാൾ ഇറങ്ങി നിന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത്. മറ്റേ അടിസ്ഥാനപരമായി RSS സംഘപരിവാർ ശക്തിയുടെ രാഷ്ട്രീയം തലയിൽ പേറുന്ന ആൾക്ക് മാത്രമേ ഗവർണർ സ്ഥാനം കിട്ടൂ. അല്ല ആർക്കാ കിട്ടുക? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ ഗവർണർ സ്ഥാനം കിട്ടൂ, വേറൊരാൾക്ക് കിട്ടുമോ? ആ കാര്യത്തിലൊന്നും സംശയം വേണ്ട. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തെയും ഗവർണർമാർ, ലെഫ്റ്റനന്റ് ഗവർണർമാർ അത് ചെയ്യുന്നത് RSSന്റെ പണി മാത്രമാണ്. അതിന് ഈ പറയുന്ന തമിഴ്നാടെന്നോ പഞ്ചാബെന്നോ ബംഗാളെന്നോ മാത്രം നമ്മൾ എടുത്തു പറയണ്ട. ബാക്കി എല്ലായിടത്തും സ്ഥലം, ബാക്കി കുറച്ചെടുത്ത് ഭരിക്കുന്ന അവരാകുന്നു. മനസ്സിലായില്ലേ? ഭരിക്കുന്നത് അവരാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം അവിടെ ഡിസ്പ്യൂട്ട് ഉയർന്നു വരാത്തത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഡിസ്പ്യൂട്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്പ്യൂട്ട്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് വി വിൽ ടേക്ക് ദ മാറ്റർ ടു ദ സുപ്രീം കോർട്ട്. ദാറ്റ് ഇസ് എ ഫ്ലോർ വി ക്യാൻ ഗോ ടു. അതിന് നമുക്ക് മടിയില്ലല്ലോ. നമ്മൾ പല പ്രാവശ്യം സുപ്രീം കോടതി പോകാൻ തയ്യാറായിട്ടിരിക്കുകയല്ലേ, ഇപ്പോൾ പോയിരിക്കുകയല്ലേ, നമ്മൾ ഗവർണർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയല്ലേ. ദാറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് വേ ഓഫ് എക്സസൈസിങ് അവർ പവർ. ആണെങ്കിൽ നമ്മൾ ഡെമോക്രാറ്റിക്കലി നമ്മുടെ റൈറ്റിന് വേണ്ടി നമ്മൾ പോകുന്ന ഒരു മാർഗമാണ് ലിറ്റിഗേഷൻ പ്രോസസ്. അതുകൊണ്ടാണ് നമ്മൾ സംസ്കാരമുള്ളവർ എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ ഉപരി ഒരു രാജ്യത്ത്, സമരത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത്, സമരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു നാട്ടിൽ ആ ഒരു കരിങ്കൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എത്രയോ പ്രാവശ്യം കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കരിങ്കൊടി കാണിക്കാൻ അത് അങ്ങോട്ട്, ആ കുട്ടികളൊന്നും അങ്ങോട്ട് പോകുന്ന പോലുമില്ല. മാറി നിന്ന് കാണിക്കുന്ന എടുക്കലൊക്കെ യു ക്രിമിനൽസ് എന്ന് പറഞ്ഞ് വരിക. അങ്ങനെ കാണിക്കുന്ന റോഡിലിറങ്ങി നിൽക്കുന്ന കീലേരി അച്ചുവായി മാറുന്ന ഗവർണറെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ പറഞ്ഞതിനകത്ത് 1% പോലും പുറകോട്ട് പോകാൻ ഞാൻ തയ്യാറില്ല. നോക്കൂ, ഒരു ടെറിട്ടറി, കേരളം എന്ന് പറയുന്ന ടെറിട്ടറിയുടെ നോമിനൽ ഹെഡായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുകയാണ് കണ്ണൂർ എന്ന് പറയുന്ന മോശം സ്ഥലമാണെന്ന്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി പോയില്ലേ? ബ്ലഡി കണ്ണൂർ. BJPക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ കണ്ണൂർ ബ്ലഡി കണ്ണൂരാണെന്ന്? കണ്ണൂർ ബ്ലഡി കണ്ണൂരാണെന്ന് BJPക്ക് ഒരു അഭിപ്രായമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ സുരേന്ദ്രൻ അങ്ങനെ പറയത്തില്ലെന്ന്. ബ്ലഡി കണ്ണൂർ എന്ന് സുരേന്ദ്രൻ പറയത്തില്ല. ഇപ്പം പ്രിന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ചെന്നായിരിക്കും ഇപ്പം പറയാൻ പോകുന്നത്. എന്നാൽ അത് അങ്ങനെ പറയണം, അല്ല ബ്ലഡി കണ്ണൂർ എന്നല്ല പറയേണ്ടത്.
അല്ലെ ഒരു മന്ത്രിയെ ക്രിമിനൽ എന്നല്ല വിളിക്കേണ്ടത്. അങ്ങനെ കാണിക്കുന്നതിന് പറയുന്ന പേര് ഒറ്റ വാക്കിൽ മലയാളത്തിൽ തെമ്മാടിത്തരം എന്നാണ്. അതിന് വേറെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്കുകളും ഈ പറയുന്ന ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലെ വാക്കുകളൊന്നും വേണ്ട. അത് നമുക്ക് വി ക്യാൻ ബ്രിങ് ഇൻ അംറ്റീൻ നമ്പർ ഓഫ് വേർഡ്സ്. അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഈ കീലേരി അച്ചുവിന് ഈ രീതിയിൽ പെരുമാറുന്ന ഒരാൾക്ക് ഇതാണ് ഭാഷ, ഇതാണ് രീതി, ഈ രീതിയിലാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ ആർട്ടിക്കിൾ 164 ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ പറയാനാകൂ ഒന്ന് 60ലേക്ക് എന്നുള്ള ഒരു അവസ്ഥയിൽ SFI-ക്കാർ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി വെറും കരിങ്കൊടി കൊണ്ടുവന്ന് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഡിസംബർ 11-ാം തീയതി ആദ്യമായിട്ട് ഈ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അദ്ദേഹത്തിന്റെ കാർ ആക്രമിച്ച് അതിന് 77,000 രൂപയുടെ പിഴയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ഗവർണർക്കെതിരെ പ്രതിഷേധം എന്ന് പറയുന്നത് SFIയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ ഭരണത്തിന്റെ തണലിലായിരുന്നു കൊണ്ട് സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭമോ പ്രതിഷേധമോ ഒന്നും ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ തെരുവിലിറക്കിക്കൊണ്ട് പുഷ്പന്മാരെ സൃഷ്ടിക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് SFIയും DYFIയും CPM ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ, അല്ല അതിന് ആരിഫ് മുഹമ്മദ് ഖാൻ അവരെ പോപ്പുലർ ഫ്രണ്ടുകാരായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടോ? അല്ല സാർ, നിങ്ങൾ നോക്കി, ഇന്ന് SFI-കാരൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരൻ ചെയ്യുന്നതല്ല. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് ഇവര് പോപ്പുലർ ഫ്രണ്ട് റിക്രൂട്ട് ചെയ്തവർ ഇതിലുണ്ട് എന്നാണ്. നിങ്ങൾ പറഞ്ഞത് പോലെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ആ മറുപടി പറയാനുള്ള ശേഷി ആ പാർട്ടിക്കും ആ സംഘടനയ്ക്കും ഉണ്ട്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇതിനകത്ത് SFI-ക്കകത്ത് ഈ ഇന്ന് പോപ്പുലർ ഫ്രണ്ടിനും അവരുടെ ക്യാമ്പസ് ഫ്രണ്ടിനും ഒക്കെ ഏറ്റവും സുരക്ഷിതമായിട്ട് താവളം ഒരുക്കുന്ന പ്രസ്ഥാനവും പ്രവർത്തിക്കാനുള്ള സംവിധാനമുള്ള ഒരു സംഘടന SFI ആണ്. SFIക്കുള്ളിൽ ആസൂത്രിതമായിട്ട് ഇത്തരത്തിലുള്ള എന്ത് അടിസ്ഥാനത്തിലാണ് പ്രിന്റു നിങ്ങൾ പറയുന്നത്? കൊച്ചിയിൽ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ ആ സംഘം അതാരാണ്? അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ സംഘത്തിനോട് നിങ്ങൾ എന്തിനാ സമരസപ്പെടുന്നത്? ആ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ നിങ്ങൾ എന്തിനാ ഏറ്റെടുക്കുന്നത്? നിങ്ങൾ ബാബരി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യൂണിയനുള്ള മുഴുവൻ ക്യാമ്പസുകളിലും ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ ചെയ്യുന്നത് പോലെ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ എന്തിനാ ക്യാമ്പസുകളെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പറയുന്നതാണോ? നല്ല രാഷ്ട്രീയ ബോധ്യത്തിൽ ആരാണ് പറയാത്തത്? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഇടത്താണ് രാമക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ് സംശയം? നീതിപീഠം പരിഹരിച്ച ഒരു സംഗതിയെ നിങ്ങൾ വീണ്ടും അതുകൊണ്ടൊരു യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല. അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ലേ അത് കോടതിയും പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി നിങ്ങളുടെ നേതാക്കൾ അത് തല്ലി തകർത്തത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതൊരു ഹീനമായ കുറ്റകൃത്യമാണ്, നിയമലംഘനമാണ് എന്ന് പറഞ്ഞതും അതേ സുപ്രീം കോടതിയാണ്. ആ വിഷയങ്ങളൊക്കെ സാർ പരമോന്നത നീതിപീഠം പരിഹരിച്ച ഒരു കേസ്. പരിഹരിക്കുമ്പോഴും യാഥാർത്ഥ്യം കോടതി അഡ്രസ് ചെയ്തിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം ഇന്നത്തെ സാഹചര്യത്തിൽ വീണ്ടും ആളുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത വ്യക്തം സ്വാഭാവികമാണ്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകൾ ഏറ്റവും തെറ്റായ രീതിയിൽ ചിത്രീകരണം നടത്തിയാൽ അത് വകവെച്ചു കൊടുക്കുന്ന നാടാണോ പ്രിന്റു കേരളം? അല്ല, അങ്ങനെ തെറ്റായിട്ട് രീതിയിൽ നിങ്ങൾക്കേ കഴിയുന്നില്ല. ഇന്നലെ ഗവർണറായി ഇവിടെ എത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ പോപ്പുലർ ഫ്രണ്ടുകാരനും ക്യാമ്പസ് ഫ്രണ്ടുകാരനും ചെയ്യുന്ന പ്രവർത്തനം ഇവിടെ SFI ഏറ്റെടുത്ത് നടക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരൻ SFIയിൽ ഉണ്ട് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് എന്ത് തെറ്റാണ് സാർ ഉള്ളത്? അതായത് ഷിജു ഖാൻ, ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് അതിന് മാത്രം ഒരു മറുപടി താങ്കളുടെ ഭാഗത്ത് നിന്ന്. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ പാടാൻ BJPക്ക് മടിയില്ല പ്രിന്റുവിന്റെ വാചകങ്ങളിൽ. വളരെ ചുരുക്കി അതിലേക്ക്, അതിനുശേഷം ഒരു ഇടവേള വേഗത്തിൽ. ഈ പോപ്പുലർ ഫ്രണ്ടിനെ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഘടന ഇന്ത്യയിലെ RSS ആണ്. RSSും പോപ്പുലർ ഫ്രണ്ടുമാണ് ഒരേ തൂവൽ പക്ഷികൾ. മുസ്ലിം മതമൗലികവാദവും മുസ്ലിം തീവ്രവാദ സ്വഭാവവും പേറുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഹിന്ദുത്വ തീവ്ര സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന, ഫാസിസ്റ്റ് സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന RSS ആണ്. അവരെ തമ്മിലാണ് താരതമ്യപ്പെടുത്തേണ്ടത്. അവരാണ് പരസ്പരം വെള്ളവും വളവും കൊടുത്ത് പരസ്പരം വളരുന്നത്. പിന്നെ SFI പോലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം എക്കാലവും വർഗീയ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നവർക്കെതിരായി, വർഗീയതയ്ക്കെതിരായി, തീവ്രവാദത്തിനെതിരായി നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി RSSകാരാലും പോപ്പുലർ ഫ്രണ്ടുകാരാലും കൊല ചെയ്യപ്പെട്ട
ഹിന്ദു വർഗീയവാദികളാലും മുസ്ലിം മതമൗലികവാദികളാലും കൊല ചെയ്യപ്പെട്ട നിരവധി വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, SFI. ശരി. ആ SFIയെ PFIയുമായി താരതമ്യപ്പെടുത്താൻ സാമാന്യ ബുദ്ധിയോ രാഷ്ട്രീയ ബോധമോ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രയോഗത്തിലൂടെ അദ്ദേഹം സാമാന്യ ബുദ്ധിയും രാഷ്ട്രീയ ബോധവുമില്ല എന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം വരാം ഇടവേളയിലേക്ക്. ഷിജു ഖാൻ, അതുപോലെ പ്രിന്റു, ലാൽകുമാർ, ഒന്നുകൂടിയുണ്ട്. നിലവാരം കൂടി സ്വയം വെളിപ്പെടുത്തുന്നു എന്ന അവസ്ഥ കൂടി വീണ്ടും കേരളത്തിന്റെ മുമ്പിൽ വന്നു ചേരുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ. നമുക്കിനി 2 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് സഹകരിക്കുക 3 പേരും വളരെ ചുരുക്കം വാക്കുകളിൽ. ലാല്, ഒന്നും ചെലവാകുന്നില്ല, ഒന്നും അങ്ങോട്ട് ഏശുന്നില്ല എന്ന പ്രശ്നം ഒരർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കുന്നുണ്ടോ, നേരിടുന്നുണ്ടോ? ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ശ്രദ്ധ ഇവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധയല്ല, കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ശ്രദ്ധിക്കുക. കാര്യം അവർ വലുതായിട്ട് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം വീണ്ടും ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത വരാൻ പോകുന്നു. ഇപ്പം അദ്ദേഹം റോഡിലിറങ്ങുക, ക്രിമിനൽസ് എന്ന് വിളിക്കുക, SFIക്കാരുടെ അടുക്കിലേക്ക് അടുക്കുക, ഓടിച്ചെല്ലുക, ഞാൻ തല്ലാൻ തയ്യാറാന്ന് പറയുക, ഇതൊക്കെ വളരെ നോർമലായി. ഇപ്പം നമ്മളിപ്പം ഇന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിനി ഇതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. അദ്ദേഹം കുറേ നാളുകളായിട്ട് ചെയ്യുന്ന ഒരേ കാര്യമാണ്. ഞാൻ വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചതും ഇത് ഇങ്ങനൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ ഒറ്റ കാര്യം കൂടെ, ഇനിയിപ്പോൾ അടുത്ത അദ്ദേഹം ഇനിയും കൂടുതൽ ശ്രദ്ധ പെടാനായിട്ട് ഉടുത്തിരിക്കുന്ന മുണ്ട് പറിച്ച് തലയെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ആയിട്ടുണ്ട്. പ്രിന്റു, നല്ല പുതിയ കസേര കിട്ടുന്നെങ്കിൽ അതിനു വേണ്ടിയാണ് ഈ അഭ്യാസം. എന്തല്ല ആളെ പറയുന്നത്? ആരിഫ് മുഹമ്മദ് നിങ്ങളുടെ പിണറായി വിജയൻ ബ്രണ്ടൻ കോളേജിൽ പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന സമയത്ത് 25ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ്, 4 തവണ ഗവർണർ ആയ ഒരാളാണ്. നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നതിന് ഏതൊക്കെ പാർട്ടിയിൽ പോയിരുന്നു? ഞങ്ങളുടെ മിനിസ്റ്റർ എന്താ സാർ, അന്ന് ഏത് പാർട്ടിയിലായിരുന്നു, പിന്നെ ഏതൊക്കെ പാർട്ടിയിൽ പോയി? അങ്ങനെ ഒരുപാട് റെക്കോർഡുള്ള മനുഷ്യനാണ് നേരത്തെ ലാലു പറയുന്നുണ്ട്. ഇനിയിപ്പോ അദ്ദേഹത്തിന് BJP 75 വയസ്സ് കഴിഞ്ഞ ഒരാളെ ഞങ്ങൾ എന്തായാലും കേന്ദ്രമന്ത്രിയോ പ്രധാന പ്രൈം മിനിസ്റ്ററോ ഒന്നും ആക്കാൻ പോകുന്നില്ല. അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ പാരമ്പര്യം അറിയുന്ന ആരിഫ് മുഹമ്മദ് ഖാന് നിങ്ങൾ ഇത്തരത്തിലുള്ള അല്ല, എല്ലാ കാലഘട്ടത്തിലും AKG സെന്ററിൽ നിന്ന് നിശ്ചയിക്കപ്പെടുന്ന ലിസ്റ്റിൽ ഒപ്പിടുന്ന റബ്ബർ സ്റ്റാമ്പ് ഗവർണർമാരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള പ്രശ്നമാണ്. അദ്ദേഹം നോക്കൂ, ഉണ്ടായിരുന്നല്ലോ, ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതായത് അദ്ദേഹം അധികാരം പ്രയോഗിക്കുന്ന ഗവർണറാണ്. പ്രിന്റു എത്തുന്ന ഒരു കൺക്ലൂഷൻ അതാണ്, അധികാരം പ്രയോഗിക്കുന്ന ഗവർണർ. ഇതാണ് ഗവർണറുടെ അധികാരം. നേരത്തെ പറഞ്ഞല്ലോ സാർ, അല്ല സാർ, ഷിജു ഖാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ കോടതി ചാലഞ്ച് ചെയ്തപ്പോൾ കോടതി ഇവർക്ക് അനുകൂലമായി. ഒരുപാടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇനി പോകാൻ നിവൃത്തിയില്ല. കാരണം പല കോടതി വിധികളിലും അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞ ആ പോയിന്റ് മാത്രം എടുക്കുന്നു. 2 വാചകത്തിൽ ഷിജു ഖാൻ അധികാരം പ്രയോഗിക്കുകയാണ്. ഇതാണ് ഗവർണറുടെ അധികാരം, ഇതാണ് ചാൻസലറുടെ അധികാരം എന്ന് ധരിച്ചാൽ എന്ത് ചെയ്യും? അല്ല, അതൊക്കെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചർച്ച ചെയ്തതാണ്. ഓക്കെ, ഈ ഗവർണർ പദവി എന്ന് പറയുന്നത് എലക്റ്റഡ് ആകണോ നോമിനേറ്റഡ് ആകണോ എന്നൊക്കെ പലവട്ടം ചർച്ച ചെയ്തു. 35 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരനായ ആർക്കും ചെന്നിരിക്കാൻ കഴിയുന്ന ഒരു പദവിയാണ് ഈ ഗവർണർ പദവി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം ശരത്തെ, ഇപ്പൊ ഇത് ഗവർണറുടെ ഓഫീസിൽ നിന്ന് 23/10/2022 പുറപ്പെടുവിക്കപ്പെട്ട ഒരു കത്താണ്. അതിനുശേഷം പിന്നെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന മഹാദേവൻ പിള്ള സാറിന് 24/10/2022 കൊടുത്ത കത്താണ്. ഇത് 2 കത്തിലും അദ്ദേഹം പറയുന്നത് ഈ സ്റ്റേറ്റ് നിയമപ്രകാരമുള്ള സെർച്ച് കമ്മിറ്റി മുഖാന്തിരം നിയമിക്കപ്പെട്ടവരായതുകൊണ്ടാണ് 9 വൈസ് ചാൻസലർമാർക്ക് അയോഗ്യരാണെന്ന് അദ്ദേഹം കണ്ടെത്തിയത്. മഹാദേവൻ പിള്ള സാർ അയോഗ്യനാണെന്ന് കണ്ടെത്തുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്റ്റേറ്റ് നിയമം അനുസരിച്ച് ഈ വൈസ് ചാൻസലർ നിയമം നടത്താൻ പാടില്ല. UGC റെഗുലേഷൻ 2018 അനുസരിച്ച് നടത്താൻ പാടുള്ളൂ എന്ന് ഈ 2 കത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കേരള സർവകലാശാല സെനറ്റ് മെനഞ്ഞാൻ തീരുമാനിച്ചത് റെഗുലേഷൻ അനുസരിച്ചും നമ്മുടെ ന്യൂസ് ആൻഡ് വ്യൂസിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. മറ്റു വാർത്തകൾ കൂടി വന്നതുകൊണ്ട് നമ്മുടെ ചർച്ചയുടെ സമയം കുറഞ്ഞിട്ടുമുണ്ടെങ്കിലും മൂവർക്കും വളരെയധികം നന്ദി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.